ഇന്നത്തെ വിഷയം നമ്മുടെ ആരൂഢങ്ങളിൽ, അതായത് നമ്മുടെ വീടുകളിൽ എന്തെല്ലാം പൂജാതി കർമ്മകാര്യങ്ങളും വായനകൾ, മറ്റ് പൂജാ വൈദികപരമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു മേൽഗതി കിട്ടുന്നില്ല. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കണ്ട അനർത്ഥങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അതിന് ശേഷം ഒരു സമാധാനമില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കുന്ന ഒരാളാണ്. ഇതിൽ പ്രധാനപരമായിട്ട് 4 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. അതിലൊന്ന്, നമ്മുടെ പരദേവതകളെ, നമ്മുടെ കുടുംബപരമായിട്ടുള്ള പരദേവതകളെ നമ്മൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി ഒരു ദർശനം ചെയ്യണം. 2, ഈ ആവശ്യമില്ലാത്ത നേർച്ചകൾ, ആവശ്യമില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം, ഓരോ നേർച്ചകളും നേർന്നിട്ട് അത് തക്ക സമയത്ത് ചെയ്യാതെ പിന്നീട് ഏതെങ്കിലും ഒരു അനർത്ഥം വലിയ രീതിയിൽ വന്നു കഴിയാൻ നേരത്ത് 4-5 പേരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ചെയ്യത്തക്ക രീതിയിലുള്ള പ്രായശ്ചിത്ത പരിഹാരങ്ങൾക്ക് ഇടവരുത്താത്ത വിധത്തിലൂടെ നമ്മളുടെ ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് പോയി മാന്യമായിട്ട് ചെയ്ത് മാറണം. അത് മാറാതെ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നേരാൻ ഒരാളേ ഉള്ളൂ, പരിഹാരങ്ങൾക്ക് 4-5 പേര് വരേണ്ടി വരും. പിന്നെ അവരുടെ ചിലവും കൂടെ വഹിക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഈ നേർച്ച പരിപാടികൾ, അത് ക്ഷേത്രമായാലും മറ്റ് ആരാധനാലയങ്ങളിലായാലും, നമ്മൾ എന്തെങ്കിലും നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായി കിട്ടിയാൽ അത് അവിടെ പോയി അത് ചെയ്ത് മാറിയ തന്നെ വേണം. അതവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനർത്ഥത്തിനുള്ളൊരു വഴിയായിട്ട് മാറിയിരിക്കും. 3-ാമത്തെ കാര്യം, ഒരു വിശ്വാസി വിശ്വാസപരമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. അതിൽ പല പരീക്ഷണങ്ങളും ഉണ്ടായിരിക്കും. പരീക്ഷണങ്ങൾ കാണുമെന്ന ചിന്തയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അല്ലാത്ത പക്ഷം മാറി നിന്ന് ആ വിശ്വാസത്തെ നീചമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് കുത്തിമുറിവേൽപ്പിച്ചാൽ പിന്നെ ഈ ഒരു തലമുറയല്ല, അടുത്ത തലമുറയും കൂടെ അനുഭവിക്കേണ്ടി വരും. ഈ 4-ാമത്തെ കാര്യം, സത്യസന്ധമാകുന്ന കാര്യങ്ങളായിരിക്കണം. സത്യസന്ധമാകുന്ന കാര്യങ്ങളായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഏറ്റവും വലിയ ദോഷവശങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് താങ്ങും തണലുമായിട്ട് മനുഷ്യസ്വരൂപങ്ങളായിട്ടുള്ള ജനങ്ങളാണ് നമുക്ക് ഓടി വരുന്നത്. അവരുമായിട്ടുള്ളൊരു സഹകരണം വെച്ചിട്ട് നമുക്ക് നല്ല സമയം വരാൻ നേരത്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ അതും ഈ ദൈവകോപം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഈ ഈശ്വര സങ്കല്പ സാന്നിധ്യ ദിവ്യമായ ചൈതന്യത്തെ നേരിട്ട് ആരും കാണാനും പറ്റത്തില്ല, നേരിട്ട് അടുത്ത് നിൽക്കാനും പറ്റത്തില്ല. ഇതെല്ലാം ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. ഇതെല്ലാം ഒരു വിശ്വാസത്തെ നമ്മൾ പൂർവാചാര പ്രകാരം വിശ്വസിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. എങ്കിൽ തന്നെയും അത് നമ്മൾ തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നത്. അത്തരം കാര്യങ്ങൾ വരാതെ യുക്തി അനുസരിച്ചുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പരിഹരിച്ച് ഒരു ഗുരുത്വദോഷമില്ലാത്ത വിധം കൈകാര്യം ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആരൂഢത്തിന് അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായിരിക്കും. അതിൽ ഒരു സംശയവുമില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു വഴിപാട് ഒരിടത്ത് നേർന്നിട്ട് മാറിപ്പോയി വഴിപാടുകളും ചെയ്ത് അവസാനം നേർന്നിടത്ത് തന്നെ തിരിച്ചു വന്ന് നിൽക്കേണ്ടി വരാൻ നേരത്ത് നമുക്കുണ്ടാകുന്ന ആ മനോവിഷമവും ഈ ഈശ്വര ചൈതന്യത്തിന് ദുഃഖം ഉണ്ടാകാനും കൂടെ കാരണമാണ്. അപ്പോൾ കഴിയുന്നതും
നേർച്ചകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ക്ഷമയോടുകൂടി ഓരോന്ന് ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ ചെയ്തു പോയാൽ മുന്നോട്ടുള്ള പ്രവൃത്തി ദിനങ്ങളിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾ തന്നെ അത് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിരിക്കും. അതിനുശേഷം നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടാചാരപ്രകാരമായിട്ടുള്ള എല്ലാ ദൈവഗണങ്ങളെയും നമുക്ക് പോയി പ്രാർത്ഥിക്കാം. നമുക്ക് യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യാം. അവരിൽ വിശ്വസിച്ച് മനുഷ്യജന്മത്തിൽ നല്ല മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് ഈ ഒരു ജന്മം സാക്ഷാത്കരിച്ച് നല്ല രീതിയിൽ നമ്മുടെ ആത്മചൈതന്യ നിർവൃതിയിലായി ഈശ്വര സന്നിധിയിലേക്ക് ചെല്ലാൻ നമുക്ക് പറ്റും. അതാണ് യഥാർത്ഥ ഒരു ഭക്തനും സത്യത്തിലുള്ളൊരു ഭക്തിയും. അതൊക്കെ തന്നെയാണ് മനുഷ്യന് വേണ്ടതും. ഈ ഒരു കാര്യത്തിനാണ് ഈ നാട് മുഴുവൻ കിടന്ന് ഓടുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പം ആദ്യത്തെ വിശ്വാസം നമ്മളെ തന്നെ ആയിരിക്കും. എന്നിട്ട് വേണം മറ്റൊന്നിലോട്ട് വിശ്വസിക്കാൻ പോകാൻ. എങ്കിലേ അത് അടിയുറച്ച് മുന്നോട്ട് ആ ഭക്തിയോട് കൂടിയുള്ളൊരു വിശ്വാസവും വിശ്വാസത്തോടു കൂടിയുള്ള സത്യവും ആ ധർമാദികൾ ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ സത്യത്തിൻ്റെ പുറത്ത് അത് വാഴ്ന്നു നിൽക്കത്തുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവത്തുമില്ല. അഥവാ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ പോലും നമുക്കത് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയത്തക്ക രീതിയിൽ നമ്മുടെ മൈൻഡ് നമുക്ക് അത് പറഞ്ഞു തന്നിരിക്കും. അതാണ് യഥാർത്ഥ വിശ്വാസവും സത്യവും ഭക്തിയും ഈശ്വര സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് നമുക്കുണ്ടാവുക എന്ന് പറയുന്നത്. ആ വിഷമഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തെളിയിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനകത്താണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് മനസ്സിലാക്കി നോക്ക്. അപ്പോൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും നമ്മൾ സങ്കല്പിച്ച് അത് ഈ പറഞ്ഞ കണക്ക് മറന്നു പോയിട്ടുണ്ടായേക്കാം. പക്ഷേ അതിനെല്ലാം പ്രായശ്ചിത്തമായി ഭൂമിദേവിയെ തൊഴുതും സൂര്യദേവനെ സ്മരിച്ച് പ്രാർത്ഥിച്ചും മുന്നോട്ട് പോയാൽ ഇപ്പോഴീ പറഞ്ഞു വച്ചിരിക്കുന്നതായിട്ടുള്ള അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള എല്ലാവിധ ദോഷഗതികളും അങ്ങ് മാറിയേക്കും. ഇനി പുതിയതായിട്ട് ആരും ഒന്നും ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ നമ്മളുടെ കാര്യം നടന്നില്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം ഇല്ല ഈ നാട്ടിൽ എന്നൊന്നും പറഞ്ഞു കളയില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക. അതുകൂടാതെ നമ്മൾ ചിന്തിച്ച കാര്യം ഈ കാലഘട്ടത്തിൽ അത് പ്രായോഗികപരമായിട്ട് പോകുന്നതാണോ എന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ ഒരു വിഷയവും അവിടെ ഉണ്ടാകത്തില്ല.